ചില വാക്കുകൾ വെറുമൊരു കനലല്ല, ഒരു ജീവിതം തന്നെ ചാനമാക്കാൻ പോകുന്ന തീപ്പൊരിയാണെന്ന് ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അന്യനാട്ടിൽ ഒരുപിടി സ്വപ്നങ്ങളുമായി ചേക്കേറിയതാണ്. പക്ഷേ മൊബൈൽ സ്ക്രീനിലെ ഏതാനും നിമിഷത്തെ വാശി കണ്ണൂർ മാട്ടൂൽ സ്വദേശി ഇസ്മായിലിന്റെ ജീവനെടുക്കുമെന്ന് ആരും കരുതിയില്ല. അൽ-നഹദിയിലെ തെരുവുകളിൽ ചിതറിയത് വെറും ചോരത്തുള്ളികളല്ല, ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളാണ്. സൈബർ ലോകത്തെ വെല്ലുവിളികൾ ഒടുവിൽ കൊലക്കത്തിയായി മാറിയപ്പോൾ തോറ്റത് ആ രണ്ടുപേരല്ല, മറിച്ച് പ്രവാസ ലോകത്തെ മുഴുവൻ മലയാളികളുമാണ്. മൊബൈൽ സ്ക്രീൻ ഓഫ് ചെയ്താൽ തീരുന്നതായിരുന്നു ആ തർക്കങ്ങളെല്ലാം. പക്ഷേ വാശിയും പകയും കണ്ണുമറച്ചപ്പോൾ അന്യനാട്ടിൽ മറ്റൊരു മലയാളി തന്നെ കൊലയാളിയായി. വിർച്വൽ ലോകത്തെ അനാവശ്യമായ ഈ കെട്ടുകാഴ്ചകൾക്ക് നമ്മൾ ഇനിയും എത്ര വില നൽകേണ്ടി വരും? പ്രവാസ ഭൂമിയിൽ നിന്നും നാടടയാൻ കുതിച്ച ഒരു പ്രവാസി കൂടി ഒടുവിൽ പെട്ടിയിലായി മടങ്ങുമ്പോൾ ബാക്കിയാകുന്നത് ഒടുങ്ങാത്ത വേദനയോ വലിയൊരു ചോദ്യചിഹ്നവും മാത്രമാണ്.